ഉത്രാടം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം കാളയാണ്. കാളയുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഉത്രാടം നക്ഷത്രക്കാരെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഇവർ കഠിനാധ്വാനികളായിരിക്കും. ലക്ഷ്യം നേടുന്നത് വരെ പരിശ്രമിക്കും. അധ്വാനിച്ച് കൃഷി ചെയ്യാൻ ഇവർക്കിഷ്ടമാണ്. ഉത്തരവാദിത്വങ്ങൾ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന സ്വഭാവമാണ് ഇവർക്ക്. കാള ധർമ്മത്തിൻ്റെ വാഹനമാണ്. തെറ്റ് കണ്ടാൽ കൊമ്പുകൊണ്ട് ഇടിക്കും. ഉറച്ച സ്വഭാവവും പിടിവാശിയും ഇവർക്ക് ജന്മസിദ്ധമാണ്. ഇവർ കുടുംബത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇവർ കുടുംബത്തിൻ്റെ തൂണാണ്. മൂത്തവരെ ബഹുമാനിക്കും. കാളയെപ്പോലെ പതുക്കെ നടക്കൂ, പക്ഷേ ലക്ഷ്യത്തിലെത്തും. കാളയെപ്പോലെ മൂകതയാണ് എപ്പോഴും, പക്ഷേ ദേഷ്യം വന്നാൽ അപകടമാണ്. ഗുരുവിനെ പോലെ സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. ഇവർ പക്വമതികളായിരിക്കും. ലോകത്തിന് ക്ഷേമമുണ്ടാകണമെന്ന് ഇവർ ആശിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് വാദിക്കുന്നവരാണ് ഉത്രാട നക്ഷത്രക്കാർ. ഇവർക്ക് 30 വയസ്സ് കഴിയുമ്പോഴാണ് അഭിവൃദ്ധി ഉണ്ടാവുക. ഒരു കൂട്ടത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇവർ. എല്ലാം പതുക്കെ ധർമ്മത്തോടെ ഉറപ്പായി ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർക്കുള്ള ഉപദേശങ്ങൾ: അധ്വാനം തുടരുക, പേടിച്ച് പിന്നിലേക്ക് പോകാതിരിക്കുക, പിടിവാശി കൂടിയാൽ ബന്ധം നശിക്കും, ചില സമയം മറ്റുള്ളവർക്ക് കൂടി വിട്ടുകൊടുക്കണം, വാക്കുകൊണ്ട് ഇടിക്ക് മുമ്പ് 10 വരെ എണ്ണുക, അധ്വാനം കൂടിയാൽ ബ്ലഡ് പ്രഷർ വന്നേക്കാം, ഹൃദയത്തിനും പ്രശ്നമുണ്ടായേക്കാം, ആവശ്യത്തിന് വിശ്രമമെടുക്കണം, ആരോഗ്യം നോക്കണം. എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കാതെ കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തുക. ധർമ്മം വിട്ടുകളയരുത്. ഞായറാഴ്ച സൂര്യ നമസ്കാരം നല്ലതാണ്. ദിവസവും കുളി കഴിഞ്ഞ് വന്ന് സൂര്യമന്ത്രം ജപിക്കുക 9 പ്രാവശ്യം. ഓം ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ഇത് മൃഗസാമ്യം മാത്രമാണ് പറഞ്ഞത്. സ്വഭാവവിശേഷങ്ങൾ പൂർണ്ണമായി അറിയാൻ ജാതക പരിശോധന ആവശ്യമായി വരും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉത്രാട നക്ഷത്രക്കാരിലേക്ക് വീഡിയോ എത്തിക്കുക. നന്ദി, നമസ്കാരം.